ഉസ്താദുമാരെ, കലുഷ നിലങ്ങളിൽ പോരിനിറങ്ങിയ ധർമ്മസഖാക്കളെ, മറ്റു സ്നേഹം നിറഞ്ഞ മുഹിബ്ബീങ്ങളെ, സലാം അടക്കിക്കോളിൻ. അസ്സലാമു അലൈക്കും. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മളെ സാഹിത്യോത്സവിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളും. അല്ല ചങ്ങായിമാരെ, സബ് ജൂനിയർ എന്ന് പറഞ്ഞ 4ാം ക്ലാസ് വരെ അല്ലേ? എന്നാ അതിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ചിന്തിച്ചിട്ടൊരു മന്ദപ്പ്. ഒരീസം സ്കൂളിൽ കളിച്ചാൻ പുട്ടപ്പം ഞാനും എന്റെ ചങ്ങായിമാരും റബ്ബറും തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുകയും അപ്പണ്ട് അവിടെ ഇവിടെയായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു എളുപ്പമില്ല ചൊറച്ചിങ്ങനെ നടക്കണേ. എന്തൊരു കഥ! നമ്മളെ ജാതിക്കാരനെ ഹറാമല്ലേ കൂട്ടരെ? ഇത് കണ്ടപ്പോഴാ ഈ കഥ ഓർമ്മ വന്നത്. ഫളിലുല്ലാഹിന്റെ ചരിത്രം ഭയങ്കര ഗ്ലാമറേനി മൂപ്പര്. ഇന്നത്തെ സിനിമാ നടന്മാരെ ആനച്ചന്തമല്ല. പിന്നെ മുത്തുനബി ചൊർക്കി സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്, ചില്ലറക്കാരനല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബി കുടുങ്ങി. എവിടേക്കിറങ്ങിയാലും മൂപ്പരെ ഒളിഞ്ഞു നോക്കാൻ നല്ല ചൊറുക്കുള്ള പെൺകുട്ടികള്. മൂപ്പർക്കാണെങ്കിൽ ദുന്യാവിൽ യാതൊരു കമ്പമല്ല. മദീനത്ത് വലിയൊരു സമ്പന്നന്റെ മോളുണ്ടേനി, ജാരിയെന്നാ തോന്നുന്ന പേര്. പെരും ചൊർക്കേനി. ലോഡ് കണക്കിന് മഹറേറ്റ് കൊറേ സുന്ദരന്മാർ ഓളെ കെട്ടാൻ വന്നിക്കണേ. ഒരാൾക്കും മോളെ കിട്ടിയിട്ടില്ല. കാരണം എന്താ അറിയോ? ഓളെ മാനസകൊട്ടാരത്തിലൊരാളുണ്ട്. അല്ല, ആരാപ്പത്? നമ്മളെ കഥാനായകൻ ഫളിലുണ്ടല്ലോ. ഇതൊക്കെ പ്രേമം മൂത്ത് മൂപ്പരെ വശീകരിക്കാൻ പലവട്ടം ശ്രമിച്ചു. മൂപ്പരിക്കുണ്ടോ പൂതി? സുബൈക്ക് പള്ളിക്ക് പോകുമ്പോ പോലും സ്വൈര്യം കൊടുക്കൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹജ്ജ് സീസൺ എത്തുന്നത്. പോകണോലൊക്കെ മദീന SYSന്റെ അന്നത്തെ ചീഫ് അമീർ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തു. കൂട്ടത്തിൽ നമ്മളെ ഫളിലൂനും ഉണ്ടേനി. എന്ത് ചെയ്യാനാ? ഈ വിവരം നമ്മളെ ലൈലപ്പെണ്ണറിഞ്ഞു. ഉടനെ പമ്പർന്നോളും ഒപ്പിച്ചൊരു സീറ്റ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യാത്ര ആരംഭിച്ചു. രാത്രിയായപ്പം കുറേ ദൂരത്ത് അമീറിന്റെ നേതൃത്വത്തിൽ സംഘം തമ്പടിച്ചു. അപ്പോഴല്ലേ ശല്യം. ഫളിലുവിന്റെ തമ്പിന്റെ അയലോക്കത്തിന് ഈ പെണ്ണും തമ്പട്ടി. നൗദുബില്ല. രാത്രി എല്ലാരും ഉറങ്ങിയപ്പോഴല്ലേ പുകില് ഈ പെണ്ണ് ഫളിലുവിന്റെ തമ്പിനകത്ത് കയറി പറ്റിയേക്കണ്. എന്നിട്ട് മഹാനെ വിളിച്ചുണർത്തി. ഉടനെ, ആരാധി ഈ രാത്രി? ഇത് ഞാനാണ്, നിങ്ങളെ സ്വന്തം ജാലിയ. നിങ്ങളോട് പെരുത്ത് പ്രേമാണ്. നിങ്ങളിന്നെ കെട്ടണം. വേറെ പുതിയാപ്പളനെ ഈ ലൈലാക്ക് വേണ്ട. ദേഷ്യം പിടിച്ച സ്വഹാബി, പോ പെണ്ണെ, വണ്ടിയും ബലിയുണ്ടാക്കാതെ അവളെ ശകാരിച്ചു. ഫളിലുവിനെ വീഴ്ത്താൻ കഴിയൂലെന്ന് മനസ്സിലാക്കിയ ലൈല ദേഷ്യത്തോടെ പ്രതികരിച്ചു. അങ്ങനെയല്ലടാ, ഈ പെണ്ണ് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. പിറ്റേന്ന് നേരം വെളുത്തപ്പോ റെയ്ഡാ അമീറിന്റെ നേതൃത്വത്തിൽ. അല്ലാ, എന്താ അറിയോ? ലൈലാന്റെ വജ്രമാല കളവ് പോയിക്കണല്ലോ. സംഘങ്ങളെ റെയ്ഡ് ചെയ്ത് ഇപ്പം എത്തിക്കുന്നത് ഫളിലുല്ലാഹിന്റെ തമ്പിൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഞമ്മക്ക് സംശയമില്ല, എന്നാലും റെയ്ഡ് ചെയ്യണല്ലോ. നിങ്ങൾക്ക് കേൾക്കണോ കൂട്ടരെ? മാല കിട്ടി, മൂപ്പരെ പെട്ടീന്ന്. സുബ്ഹാനല്ലാഹ്, ആകെ കോലാഹലം. കൊറേ ആൾക്കാർ മൂപ്പരെ കുറ്റം പറഞ്ഞു. കൊറേ ആൾക്കാർക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. പടച്ചോനെ, അന്നന്തിക്ക് ലൈലാന്റെ തമ്പുന്ന ഒരച്ചും പൊളിയും. ഓടി വരണേ, ഇവനെന്നെ അപമാനിക്കുന്നേ. എല്ലാരും പാടെ തുണിന്റെ കോന്തലയും പിടിച്ച് ചാടി വണ്ടി ചെന്നോക്കുമ്പോട്ട് സുബ്ഹാനല്ലാഹ്, ലൈല അല്പവസ്ത്രയായി നിൽക്കുന്നു. പരിസരത്ത് ഫളിലുല്ലാഹു ജനം വാമായി പിടിച്ചു കെട്ടലായി. കള്ളശേഖനെ കണ്ടാ ഭയങ്കര സൂപ്യ. 2 മഹാകുറ്റങ്ങളായി ഇവൻ ചെയ്തു കൂട്ടിയെ. സുബ്ഹാനല്ലാഹ്, ആകെ കോലാഹലം. എന്ത് ചെയ്യും? സൽമാൻ റളിയല്ലാഹു അൻഹു ആകെ കൊയങ്ങി. അല്ലാ, അപ്പം ഭരിക്കണത് ആരാറിയോ? ഉമറുൽ ഖത്താബ. കേസ് കേട്ടപ്പോ മൂപ്പരാകെ ഞെട്ടി. പടച്ചോനെ, ഫളിലൂൻ ഇങ്ങനെ ചെയ്യൂലല്ലോ. അതുണ്ടാകൂല. ഏതായാലും ഈ കേസ് നടത്താൻ നല്ലത് അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ കേസ് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അപ്പൊ തന്നെ ലൈലിയോൾ അടിമി വറക്കാൻ തുടങ്ങിയിരിക്കണേ. അലി റളിയല്ലാഹു അൻഹു ചോദ്യം തുടങ്ങി ലൈലാനോട്. ഇതൊക്കെ ഉണ്ടായോ? അതെ. മാല എവിടെനി? എന്റെ പെട്ടിയില്. അതെന്താ അണിയാഞ്ഞു? ഒന്നുമില്ല. പിറ്റേന്ന് ബലാത്കാരത്തിന് ശ്രമിച്ചയാക്കും മാല എടുക്കാൻ വന്നപ്പോ അതിന് കഴിയൂലേനോ? എന്താ അറിയില്ല. ഫളിലുവിനോട് ഇതൊക്കെ ഉണ്ടായോ?
അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ലൈലയുടെ തമ്പിൽ? അല്ലാഹു ആലം. ചെന്ത് ചെയ്യും റബ്ബ് എങ്ങനെയായാലേ. ഉടനെ അലി റളിയല്ലാഹു അൻഹു ലൈലാന്റെ അടിമനെ വിളിച്ചു. ഇവനാണെങ്കിൽ കിടുകിടാ വിറക്കുണ്ട് ട്ടോ. പറയടാ, എന്തുണ്ടായി? പറയാമേ, എന്റെ യജമാനത്തി പറഞ്ഞത് കളവാണ്. ആദ്യത്തെ ദിവസം യജമാനത്തി ആ തമ്പിൽ പോയിരുന്നു. മാല കഴുത്തിൽ തന്നെയായിരുന്നു അണിഞ്ഞിരുന്നത്. രണ്ടാമത്തെ ദിവസം ഫലൂനെ ഒരു പൊടി തന്നു അതുകൊണ്ട് മയക്കിക്കൊണ്ടുവരാൻ യജമാനത്തി എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തു. ശേഷം എന്തോ മണപ്പിച്ചു. അപ്പോൾ സഹാബിക്ക് വെളിവ് കിട്ടിയ ശേഷം യജമാനത്തി ബഹളമുണ്ടാക്കി. പൊളിഞ്ഞില്ലേ, എല്ലാം പൊളിഞ്ഞില്ലേ. ലൈലാന്റെ കള്ളത്തരങ്ങൾ മുഴുവനും. അങ്ങനെ ലൈലക്കെതിരെ ശിക്ഷ വിധിച്ചു. സത്യമേ ഒടുക്കം ജയിച്ചുള്ളൂ. അതാണ് എപ്പോഴും സത്യസന്ധരാകാന്ന് പറയണത്. നോക്കിയും കൂട്ടരെ, നിങ്ങൾ ഈ സഹാബിന്റെ മനസ്സ് ഇത്രയും നല്ലൊരു സുന്ദരനെ കിട്ടിയിട്ടും അള്ളാഹ്ക്കും വേണ്ടി ഒഴിവാക്കിയത്. നമ്മളൊക്കെ ആണെങ്കിൽ ചാടി പൂണോളും. അള്ളാഹു അവരുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ. നേരം കുറേയായി. കഥ പറഞ്ഞ് ഞാനും കൊയങ്ങി. കേട്ടങ്ങളും നിർത്താണേ. അടുത്തെല്ലാം നിങ്ങൾക്ക് കഥ അറിഞ്ഞുതരാൻ ഈ കുഞ്ഞാനുണ്ടാവൂല. അള്ളാഹു നമ്മെ നന്മയിലാക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും.